ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വീട് ഇവിടെ തേങ്ങപ്പാലിന് ഇങ്ങനെ പിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നല്ലോ. അതെ, അപ്രതീക്ഷിതമായ നൂലപ്പം വീടിന്റെ ഡാഡി പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ പാലെടുക്കാൻ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഡാഡി ഒരു സാധനം കൊണ്ട് കമത്തി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ ഒരു നൂലപ്പം കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നൂലപ്പല്ല. അപ്പൊ അതെ നമ്മളിങ്ങനെ ഉണ്ടാക്കല് കുറവാണല്ലോ. ഇത്രയും ഈ സൈസില് കുഞ്ഞ സാധനം അതല്ല. ചെറിയ ഇതുമാണ്, പരന്നതല്ല നമ്മൾ ഉണ്ടാക്കാറ്. നമ്മളിങ്ങനെ കൂലി അപ്പൊ എന്തായാലും നൂലപ്പം നമ്മള് മേടിക്കലും കുറവാ അല്ലേ. നൂലപ്പത്തിന് ഞങ്ങൾ എപ്പോഴും പഞ്ചസാരയാണ് താരം. പക്ഷെ തേങ്ങാപ്പാൽ ഇത് പോരാ. തേങ്ങാപ്പാൽ ഇത് പോരാ. വെള്ളം ഒഴിച്ചതിന് ടേസ്റ്റ് പോവില്ലേ? എന്നാ ഇത് കഴിച്ചിട്ട് പിള്ളേർക്ക് മറ്റേ സാധാ പാല് കൊടുക്കുന്ന ഇഷ്ടപ്പെടും. ഇത് വന്നല്ലോ കൊറേ പാലുണ്ടാവും കടിച്ചു രണ്ടെണ്ണത്തിന് ഒഴിക്കുമ്പോഴേക്കും തീർന്നു. ആര് പറഞ്ഞു? ശരിക്കും പറഞ്ഞാൽ നൂലപ്പം കഴിക്കുമ്പോഴേ ഇതങ്ങോട്ട് പാല് വെച്ചിട്ട് കുതിർത്തണം. അവർക്ക് മറ്റേ സാധാ പാല് കൊടുക്കാം. ഗ്രേസിന് മനസ്സിലാവും സാധാ പാല് കൊടുക്കുമ്പോ. അവരോട് പറയണ സാധാ പാലാണ് നൂലപ്പത്തിന്. അപ്പൊ ആവടി അതിന് കൊടുക്കത്തിരിത്. അത് ചേട്ടൻ കുറച്ചായിരിക്കും. അത് പറ്റില്ല. അപ്പൊ ഞാൻ കഴിക്കാണ്ടിരിക്കണ്ട. ഇനി തേങ്ങ ഒരു ചെറിയ മുറിയും കൂടെ ഉള്ളു. തേങ്ങ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൂലപ്പം ഉണ്ടാക്കിയപ്പോ ഇത്രയും കൂടെ ഉള്ളു തേങ്ങ, ചെറിയ മുറി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂലപ്പം ഉണ്ടാക്കിയപ്പോ പറഞ്ഞിരുന്നു അതില് തേങ്ങയൊക്കെ ഇട്ട് മുകളിൽ തേങ്ങ ചെരുവിട്ടിട്ടല്ലേ. നമ്മളങ്ങനെ ഞങ്ങളങ്ങനെ ഇടാറില്ല. ഇവിടെ ഞങ്ങളുടെ സൈഡിലെ സ്റ്റൈൽ അതല്ല. ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ചായാലും ജസ്റ്റ് ഇതുള്ളൂ. തേങ്ങ മുകളിലിടുന്ന പരിപാടി കുറവാ. ഇഷ്ടം പോലെ ആൾക്കാർ ഇടാറുണ്ട്. പക്ഷെ ഞങ്ങളത് കണ്ടു ശീലിക്കാത്തതുകൊണ്ട് അങ്ങനെ വരാത്താണ്. നല്ല മധുരണ്ട്. അപ്പൊ നമുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്, പാല് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചിട്ട് ഒന്ന് പണികൾ തുടങ്ങാം. ഇന്ന് മഴ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് മഴ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ വെയിലുമില്ല മഴയില്ലാത്തൊരു അന്തരീക്ഷം. അതെ, ഇന്നത്തെ കാലാവസ്ഥ ഇതാണ്. നമ്മള് കാലാവസ്ഥ പറയുന്ന ആൾക്കാരുള്ള ദിവസമല്ലേ. ഞാൻ ഇന്നലെ മറ്റേ റൗട്ടർ നന്നാക്കാൻ കൊണ്ടുപോയിണ്ടായല്ലോ മോഡം. അപ്പൊ അത് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതൊക്കെ വീണ്ടും സെറ്റ് ആക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് മഴ കാരണം നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും ഒന്ന് ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ട്. അതെ, ആകെ കച്ചറ, വെള്ളം കെട്ടി ആകെ അതിന്റെ പണികളിലേക്ക് പോവാണ്. തിന്നിട്ടുണ്ട് പോയാൽ പിന്നെ ഉച്ചവരെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരെണ്ണം മതി. ഞാനത് കഴിച്ചു വേണ്ടിട്ടുള്ള രണ്ടെണ്ണത്തിന് മുക്കാനുള്ള തേങ്ങാപ്പാൽ ഇവിടെ ഇല്ല. അല്ലടി ഒരെണ്ണം ഇട്ടിട്ട് മുങ്ങുമ്പോ അല്ലെങ്കിൽ കുഴിയുള്ള പാത്രം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് പരന്ന പാത്രത്തിൽ നീ തന്നേക്കണേ. എന്തോരം തേങ്ങാപ്പാൽ ഒഴിക്കണത് മുങ്ങണെങ്കിൽ മതി. പക്ഷെ കുഴിയുള്ള പാത്രമാണെങ്കിൽ എനിക്ക് തോന്നും മുങ്ങി കിടക്കും. അപ്പോൾ നല്ല നൈസാണല്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കണ പോലെ അല്ല, നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ വണ്ണുള്ളതാണ്. വണ്ണുള്ള സാധനം. ഇത് ഭയങ്കര കുഞ്ഞ് നാര് പോലത്തെ സേമിയയുടെ പോലത്തെ. അതന്നെ നമ്മുടെ നൂലപ്പത്തിന്റെ അച്ചിലുണ്ടാവായിരിക്കും അങ്ങനത്തെ സാധനം അതിന്റെ ഉള്ളിലിടാനായിട്ട്. ഇതൊന്നും ഏറ്റവും ചെറുത് അറിയില്ല കേട്ടോ. ഭയങ്കര നൈസ്. അപ്പൊ നല്ല വെയിലുണ്ട് കേട്ടാ. അപ്പൊ വേഗം തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോവാണ്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഓൾറെഡി തുണികളൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ സനയേട്ടൻ നമ്മുടെ പറമ്പിൽ പോയി 2 കപ്പങ്ങ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പാത്രങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം വേഗം ക്ലീൻ ചെയ്ത് തീർക്കാൻ പോവാണ്. ചോറൊക്കെ വെച്ചു കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത്. പിന്നെ മീനിരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിനി കറി ഉച്ചക്കത്തേക്ക് മീൻ കറി വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. സനയാനാണെങ്കിൽ നമ്മുടെ അവിടെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴ പെയ്യുമ്പോൾ വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര തടസ്സം നിൽക്കും. വെള്ളം ഇങ്ങനെ കെട്ടി നമ്മുടെ പറമ്പിന് ചുറ്റി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റീവൻ ഗ്രേസും എണീറ്റിട്ടുണ്ട്. നമ്മുടെ അകത്തേക്ക് എത്തിയിട്ടില്ല. തേങ്ങാപ്പാലൊക്കെ തികഞ്ഞു കേട്ടോ. അവസാനം ഞാനിങ്ങനെ കണ്ടപ്പോൾ അത് ടെൻഷനായിരുന്നു. ഇത് ഉണ്ടാവോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ദേ ഗ്രേസിന് നൂലപ്പവും തേങ്ങാപ്പാലും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റീവിന് കൊടുക്കാൻ. സ്റ്റീവിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല, അല്ലാണ്ട് വെറുതെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ ഇനി ഇവർക്ക് കൊടുത്തിട്ട് വേണം ബാക്കി. ഇനി തുണി കുറേ പണികളുണ്ട് വീട്ടിൽ പെൻഡിങ്, അതൊക്കെ ചെയ്യണം. കാരണം നല്ല വെയിലുണ്ട് ഇന്ന്. ഇഷ്ടമായ മറ്റേ ഉണ്ടില്ലേ
ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിനേക്കാൾ ഇഷ്ടം ഉണ്ട പോലെ ഉണ്ടാക്കുന്ന ഉണ്ടയാണ് ഭയങ്കര സൂപ്പർ. സനചേട്ടൻ്റെ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക നമ്മുടെ ഈ വഴിയൊക്കെ. കാരണം വെള്ളം വരുമ്പോ ഭയങ്കരമായിട്ട് വെള്ളം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ കരിമ്പൊക്കെ ഇങ്ങനെ ആടിയും തൂങ്ങിയതേ ഒടിഞ്ഞൊക്കെ അതേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാക്കാൻ പറ്റില്ല ചേട്ടാ, ഫോൺ പിടിക്കാൻ പറ്റില്ല. അത് ശരിയാക്കാൻ പറ്റില്ലേ? കരിമ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഈ സൈഡിലേക്ക് കുറച്ച് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന് വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട്, മധുരം മഴ പെയ്തോണ്ടായിരിക്കും ചിലപ്പോ. എന്തായാലും നമ്മുടെ ഈ സൈഡ് ഫുൾ ഡേ ക്ലീനിങ് നടന്നിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പെയ്യാണ്ടിരുന്ന മതിയായിരുന്നു. നല്ലോണം പുല്ലായില്ലേ? ബ്ലോക്ക് ആവുന്ന ജാതിയുടെ ഇലയായിരിക്കും. പിന്നെ വെള്ളം പോവാണ്ട് കെട്ടിക്കിട വെള്ളം പോകും, പതുക്കെ പോകുള്ളൂ. കരിമ്പിന്റെ കട ചീഞ്ഞു പോണു. മഴയും കൂടി പെയ്തപ്പോ വെള്ളം കെട്ടി 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 കടയൊക്കെ ചീഞ്ഞ്. തോടിന്റെ സൈഡിലും കൂടെ ആയതുകൊണ്ട് ഒന്നും കൂടി വെള്ളം കെട്ട് കൂടി. ഒരു സാധനം പിടിച്ച് ഞാൻ കണ്ടത് കരിമ്പ്, അത് പോയി. എന്തായാലും ഒടിഞ്ഞു കിടക്കണ്ട, വേണേ വെട്ടി നോക്കാം. മധുരല്ല, വേണേ വെട്ടിയൊക്കെ എന്തായാലും ഒടിഞ്ഞതല്ലേ. അന്ന് വീണ കിട്ടിയതിനേക്കാളും ചൂടും വലുതൊക്കെ വീണ് കിടക്കണം. അങ്ങനെ സ്റ്റീവും ഗ്രേസും അമ്മാമ്മയുടെ റൂമിലാണ്. ഗ്രേസ് അവിടെ പടം വരയും കളറിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ തുണികളൊക്കെ ഉണങ്ങിയാലും തുണികളൊക്കെ ഒന്ന് മടക്കാൻ വേണ്ടി ഇത് ഹോളിൽ കൊണ്ടിട്ടു. പിന്നെ ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തു. അപ്പോൾ വീണ്ടും തുണികളകത്തേക്ക് വീണ്ടും നമ്മുടെ ഷീറ്റിൻ്റെ ഇടയിലിട്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഫുൾ മഴ ദിവസമല്ല, വെയിലുള്ള ദിവസം എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. എവിടേക്കോ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. അങ്ങനെ കാലാവസ്ഥ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീവ് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒരു ബലൂൺ കൈ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എറിയും, ഞാനെടുത്ത് കൊടുക്കണം. അങ്ങനെ അവൻ്റെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കറിവെപ്പും കാര്യങ്ങളൊന്നും തൽക്കാലം ഇപ്പം നടക്കില്ല, അത് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞിട്ട് നടക്കുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.